വെൽക്കം ടു ടോഷ് അക്കാദമി. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസ് കേട്ടറ്റ് കാറ്റഗറി 3 സിലബസ് അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഹിസ്റ്ററിയിലെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി മൂന്നും ഇൻഡിവിജ്വലായിട്ട് പഠിക്കാനുണ്ട്. കേരള ഹിസ്റ്ററിയിലെ പ്രീ ഹിസ്റ്ററി, മെഗാലിത്തിക് മോണ്യുമെന്റ്സ്, സംഗം ഏജ്, തിണൈസ് ആൻഡ് കുലശേഖരാസ്. കേരളത്തിന്റെ പ്രീ ഹിസ്റ്ററി, മെഗാലിത്തിക് മോണ്യുമെന്റ്സ്, സംഗം ലിറ്ററേച്ചർ ഏതൊക്കെയാണ്, തിണൈസ് ഏതൊക്കെയാണ്, കുലശേഖരാസ്. പിന്നെ യൂറോപ്യൻ, മൈസൂരിയൻ, ബ്രിട്ടീഷ് ഇൻവേഷൻ ടു കേരള അത് പഠിക്കാനുണ്ട്. അതുപോലെ പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ ഇവര് നടത്തിയ ബ്രിട്ടീഷിനെതിരെയുള്ള റെസിസ്റ്റൻസിന്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ കുറിച്യ റിവോൾട്ട്, മലബാർ റിവോൾട്ട് അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ആൻഡ് ലീഡേഴ്സ്. കേരളത്തിൽ നടന്ന ചില സോഷ്യൽ റിഫോം മൂവ്മെന്റ്സും അതിന്റെ ലീഡേഴ്സ് ആരൊക്കെയാണെന്നും, അതുപോലെ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരളത്തിൽ കേരളത്തിൽ ഉൾപ്പെട്ട നാഷണൽ മൂവ്മെന്റ് ഏതാണ്, ഐക്യ കേരള മൂവ്മെന്റ് ഏതാണ്, എന്താണ്, ആൻഡ് ദ ഫോർമേഷൻ ഓഫ് കേരള ആസ് എ സ്റ്റേറ്റ്. ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എഡ്യൂക്കേഷന്റെയും ഹെൽത്തിന്റെയും പ്രോഗ്രസ് കേരളത്തിൽ എങ്ങനെയാണ്. അടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്, ഹാരപ്പൻ കൾച്ചർ, വേദിക് ഏജ്, റൈസ് ഓഫ് ന്യൂ റിലീജിയൻസ്, ജനപദാസ്, മൗര്യൻ എംപയർ, ഗുപ്താസ്, വർദ്ധനാസ്, ഫ്യൂഡലിസം. അപ്പം ഇന്ത്യയുടെ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് എങ്ങനെയായിരുന്നു, ഹാരപ്പൻ ആൻഡ് വേദിക് കൾച്ചർ ഏത് രീതിയിലായിരുന്നു, പുതിയ റിലീജിയൻസ് ഏതൊക്കെ ഉയർന്നു വന്നു, ജനപദാസ് ഏതൊക്കെയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, മൗര്യൻ, ഗുപ്ത, വർദ്ധന ഇവരുടെയൊക്കെ റൂളിംഗ് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു, ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്യൂഡലിസം. അടുത്തത് ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ലൈഫ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ മുഗൾ എംപയറിന്റെ സമയത്തും ഉള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ലൈഫ് എങ്ങനെയായിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷ് റൂൾ എങ്ങനെ ഇന്ത്യയിൽ വന്നു, എന്തൊക്കെ എക്കണോമിക് ഇമ്പാക്ട്സ് ഇന്ത്യയിൽ ഉണ്ടാക്കി, ലാൻഡ് റവന്യൂ പോളിസി ബ്രിട്ടീഷ് കൊണ്ടുവന്നത് ഏതൊക്കെയാണ്, പിന്നെ ബ്രിട്ടീഷിനെതിരെയുള്ള ഇന്ത്യയുടെ റെസിസ്റ്റൻസ് മൂവ്മെന്റ്സ് ഏതൊക്കെയാണ്, ഫസ്റ്റ് ഗ്രേറ്റ് റിവോൾട്ട് ഓഫ് 1857 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നാഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് എമേർജ് ചെയ്തു വന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഡിഫറെന്റ് ഫേസസ് ഓഫ് ഇന്ത്യസ് നാഷണൽ മൂവ്മെന്റ്, അതിനുശേഷം എങ്ങനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കിട്ടി. ഇനി അതിനുശേഷം ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതുവരെ നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ ഇന്റഗ്രേഷൻ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു, ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ, സ്റ്റേറ്റ് ഫോർമേഷനെ പറ്റിയാണ്, ഫോറിൻ പോളിസീസ് ഏതൊക്കെയാണ്, എക്കണോമിക് പ്ലാനിംഗ്, പ്രോഗ്രസ് ഇൻ എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി. അടുത്തത് വേൾഡ് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ കൂടുതലായിട്ട് പഠിക്കേണ്ടത് സിവിലൈസേഷൻസ് ആണ്. അതായത് ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ചൈനീസ്, ഗ്രീസ് ആൻഡ് റോമൻ സിവിലൈസേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വേൾഡിലുണ്ടായിരുന്ന റിലീജിയൻസ്, ജുഡായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, കൺഫ്യൂഷനിസം, ടാവോയിസം, സൊറാസ്ട്രിയനിസം ഇതൊക്കെ എങ്ങനെ എമർജ് ചെയ്തു, ഇതിന്റെയൊക്കെ മെയിൻ ഐഡിയ എന്താണ്. പിന്നെ ദ കൺസെപ്റ്റ് ഓഫ് ഫ്യൂഡലിസം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് റിനൈസൻസ്, ആ കൺസെപ്റ്റ് എന്താണ്, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്, റീഫോർമേഷൻ ഏതൊക്കെയാണ്. അടുത്തത് ഗ്ലോറിയസ് റവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ. അതായത് വേൾഡിൽ നടന്ന കുറച്ച് റവല്യൂഷൻസ്, ഗ്ലോറിയസ് റവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ. പിന്നെ നെപ്പോളിയനെ പറ്റി പഠിക്കണം. ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രേറിയൻ റവല്യൂഷൻസ് ഇൻ ദ വേൾഡ്, ലോകത്തിൽ നടന്ന ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളതാണേലും അഗ്രേറിയൻ ആയിട്ടുള്ളതാണേലും കുറച്ച് റവല്യൂഷൻസ് നടന്നു, അത് ഏതൊക്കെയാണ്. പിന്നെ ദ കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം.
അടുത്തത് ദ കൺസെപ്റ്റ് ഓഫ് ഇംപീരിയലിസം. ഇംപീരിയലിസം വന്നതോടുകൂടി എങ്ങനെ ഫസ്റ്റ് വേൾഡ് വാർ ഫോം ചെയ്തു, റഷ്യൻ റവല്യൂഷൻ എന്താണ്, ഫാസിസം നാസിസം രണ്ട് കൺസെപ്റ്റും അതിന്റെ ഡിഫറൻസും, പിന്നെ അതെങ്ങനെ സെക്കൻഡ് വേൾഡ് വാറിൽ വന്നു നിന്നു, ചൈനീസ് റവല്യൂഷൻ എന്താണ്, ചൈനീസ് റവല്യൂഷൻ, കോൾഡ് വാർ എന്താണ്, ഏതൊക്കെ കൺട്രീസ് തമ്മിൽ നടന്നതാണ്, ലിബറേഷൻ ഓഫ് വിയറ്റ്നാം ആൻഡ് സൗത്ത് ആഫ്രിക്ക ഏതൊക്കെ മൂവ്മെന്റ്സിന്റെ ഫലമായിട്ട് ആ ലിബറേഷൻ നടന്നു, ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. അതിൽ ഫസ്റ്റ് വരുന്നത് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, കമ്പോസിഷൻ എന്തൊക്കെ കൂടിയുള്ളതാണ് അറ്റ്മോസ്ഫിയർ, പിന്നെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ പ്രഷർ ബെൽറ്റ്സ് ആൻഡ് പ്ലാനറ്ററി വിൻഡ്സ് ഏതൊക്കെയാണ്, ടെമ്പറേച്ചർ സോൺസ് ഏതൊക്കെയാണ്, സീസൺസ് ഏതൊക്കെയാണ്, പിന്നെ കണ്ടൻസേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ആൻഡ് ഓസോൺ ഡിപ്ലീഷൻ ഈ രണ്ട് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് അതിന്റെ കാരണം, ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ദ ഇന്റർവെൻഷൻ ഓഫ് മാൻ മനുഷ്യരുടെ ഇന്റർവെൻഷൻ കാരണം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഏതൊക്കെയാണ്. ഇത്രയാണ് അറ്റ്മോസ്ഫിയറിൽ പഠിക്കാനുള്ള. സെയിം തന്നെ ലിത്തോസ്ഫിയറിൽ വരുമ്പോൾ സ്ട്രക്ചർ, അതായത് ഇന്റീരിയർ ഓഫ് ദ എർത്ത് എന്തൊക്കെ കാര്യങ്ങൾ എർത്തിന്റെ അകത്തുണ്ട്, അതായത് 3 കാര്യങ്ങൾ. പ്ലേറ്റ് മൂവ്മെന്റ്സ്, എങ്ങനെ പ്ലേറ്റ് മൂവ് ചെയ്യുന്നു, എന്താണ് പ്ലേറ്റ്സ്, എർത്ത് ക്വേക്ക് എങ്ങനെ ഉണ്ടാവുന്നു, വോൾക്കാനോസ്, വെതറിംഗ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, പിന്നെ ലാൻഡ് ഫോംസ് ആയിട്ടുള്ള മൗണ്ടെയിൻസ്, പ്ലേറ്റ്യൂസ് പ്ലെയിൻസ്, പിന്നെ റണ്ണിംഗ് വാട്ടർ, വിൻഡ്, വേവ്, ഗ്ലേസിയർ ഇതുവഴി ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്, പിന്നെ മനുഷ്യന്റെ ഇന്റർവെൻഷൻ കാരണം ലിത്തോസ്ഫിയറിൽ വരുന്ന മാറ്റങ്ങൾ. അടുത്തത് ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയറിൽ പഠിക്കേണ്ടത് സെയിം തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത്. എർത്തിൽ എത്ര ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് ഫ്രഷ് വാട്ടർ ഉണ്ട്, സോൾട്ട് വാട്ടർ ഉണ്ട്, ആ ഒരു പെർസെൻറ്റേജ്, മൂവ്മെന്റ്സ് ഓഫ് ഓഷ്യൻ വാട്ടർ, അതായത് ഓഷ്യൻ വാട്ടറിന്റെ മൂവ്മെന്റ്സ് ആണ് ഇത്, വേവ്സ്, ടൈഡ്സ്, കറന്റ്സ് ഇത് 3 പഠിക്കണം. ഇതിന്റെ പ്രോസസ് എങ്ങനെ, ഏത് ഡയറക്ഷൻ എല്ലാം. പിന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ചേഞ്ചസ് ഇൻ ദ ഹൈഡ്രോസ്ഫിയർ ഡ്യൂ ടു ദ ഇന്റർവെൻഷൻ ഓഫ് മാൻ. പിന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടറെ പറ്റി, അതായത് ഭൂമിക്കടിയിലുള്ള വാട്ടർ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, എങ്ങനെ നമ്മൾ അത് യൂസ് ചെയ്യുന്നു, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതുപോലെ തന്നെ മനുഷ്യന്റെ ഇന്റർവെൻഷൻ കാരണം ഹൈഡ്രോസ്ഫിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അടുത്തത് മോഡേൺ ടെക്നിക്സ് ഇൻ ജോഗ്രഫി. മോഡേൺ ടെക്നിക്സ് ഇൻ ജോഗ്രഫി ഏതൊക്കെയാണ്, റിമോട്ട് സെൻസിങ്, GIS സിസ്റ്റം ഈ 2 സിസ്റ്റത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അടുത്തത് കോണ്ടിനെന്റ്സ് ഓഫ് ദ വേൾഡിലെ കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണ്, അതിന്റെ ഫിസിയോഗ്രഫി ഏത് രീതിയിലാണ്, സ്ട്രക്ചർ എങ്ങനെയാണ്, ക്ലൈമറ്റ് ഓരോ കോണ്ടിനെന്റിലും ഏതൊക്കെയാണ്, വെജിറ്റേഷൻ ഏതൊക്കെയാണ്, സോയിൽ ടൈപ്പ് ഏതൊക്കെയാണ്, മിനറൽ റിസർവ്സ് ഏതൊക്കെയാണ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ് ഓരോ കോണ്ടിനെന്റ്സിന്റെയും ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ്. ഇത്രയാണ് ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. അടുത്തത് ഒരു കോൺസെപ്റ്റ് വരുന്നത് ഇന്ത്യ. കോണ്ടിനെന്റ്സ് പോലെ തന്നെ ഇന്ത്യയുടെ ഫിസിക്കൽ ആസ്പെക്ട്സ്, ലൊക്കേഷൻ, ഫിസിയോഗ്രഫി, ക്ലൈമറ്റ്, ഡ്രെയിനേജ്, സോയിൽ ആൻഡ് വെജിറ്റേഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യയുടെ എക്കണോമിക് ആസ്പെക്ട്സ്, ഹ്യൂമൻ ആസ്പെക്ട്സ്. എക്കണോമിക് ആസ്പെക്ട്സിൽ മേജർ ക്രോപ്സ് ഏതൊക്കെയാണ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ്, ട്രാൻസ്പോർട്ട് 3 സെക്ടേഴ്സിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഹ്യൂമൻ ആസ്പെക്ട്സിൽ പോപ്പുലേഷൻ, അതുപോലെ തന്നെ പോപ്പുലേഷനായിട്ട് ബന്ധപ്പെട്ട ചില കോൺസെപ്റ്റ്സ്, അതായത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഗ്രോത്ത് റേറ്റ്, സെക്സ് റേഷ്യോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്തത് മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ്സ്. മൈഗ്രേഷൻ, ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ, അതുപോലെ സെറ്റിൽമെന്റ്സ്, ടൈപ്സ് ഓഫ് സെറ്റിൽമെന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഒരു ടോപ്പിക് മാപ്പ് ആൻഡ് മാപ്പ് സ്റ്റഡി. അതിൽ വരുന്നത് മാപ്പ് സ്കെയിൽ, ഡയറക്ഷൻ, കൺവെൻഷൻ, സൈൻസ് ആൻഡ് സിമ്പിൾസ്. അതായത് കമ്പോണൻസ് ഓഫ് മാപ്പ് ആണ് സ്കെയില്, ഡിറക്ഷൻ, സിമ്പിൾസ്. ഇത് 3നെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ കോൺസെപ്റ്റ് ഓഫ് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ടൈം പഠിക്കണം. അതായത് ലാറ്റിറ്റ്യൂഡ് കോൺസെപ്റ്റ്, ലോഞ്ചിറ്റ്യൂഡ്, പിന്നെ ലോഞ്ചിറ്റ്യൂഡും ടൈമും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, വേൾഡ് പെർസ്പെക്റ്റീവിൽ അത് പഠിക്കണം. പിന്നെ ടൈപ്സ് ഓഫ് മാപ്സ്
ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് മാപ്സ്, അതിൽ തന്നെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അടുത്ത സബ്ജക്ട് വരുന്നത് ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സിൽ ഫസ്റ്റ് ആണ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ ആ കോൺസെപ്റ്റ് എന്താണ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, HDI അതിന്റെ കമ്പോണൻസ്, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അത് ഇന്ത്യയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെയാണ്. അടുത്തത് എക്കണോമിക് സെക്ടേഴ്സ് ഏതൊക്കെയാണ്, 3 സെക്ടേഴ്സ് ഉണ്ട്, അതിന്റെ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഏതൊക്കെയാണ്, അത് ഇന്ത്യയിലെയും കേരളത്തിലെയും പഠിക്കാനുണ്ട്. അതിൽ വരുന്നത് 3 സെക്ടേഴ്സ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു നാഷണൽ ഇൻകം. ഓരോ സെക്ടേഴ്സും നാഷണൽ ഇൻകത്തിലോട്ട് എന്തോരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റോൾ ഓഫ് പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് ജോയിന്റ് സെക്ടേഴ്സ് ഇൻ ഡെവലപ്മെന്റ്. അടുത്തത് ഫുഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഓൾസോ ഇൻ കേരള. അടുത്തൊരു ടോപ്പിക് ഇക്കണോമിക് സിസ്റ്റംസ് ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ്. അതിൽ 3 കോൺസെപ്റ്റ്സ്, ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഇക്കോണമി. ഈ 3 ഇക്കണോമിക് സിസ്റ്റത്തെ പറ്റി പഠിക്കണം. പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ക്ലാസിഫിക്കേഷൻ, ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ ക്ലാസിഫിക്കേഷനെ പറ്റി പഠിക്കണം. ബജറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതിന്റെ ടൈപ്പ്, അതുപോലെ ബജറ്റിലെ എക്സ്പെൻഡിച്ചർ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ്, അത് ഇന്ത്യയിലെയും കേരളത്തിലെയും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഒരു ടോപ്പിക് മണി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. അതില് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റം, ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റമായ ബാങ്കിങ് സിസ്റ്റത്തെ പറ്റിയും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നും പഠിക്കണം. നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്, ആ പ്രോസസ്സിനെ പറ്റി പഠിക്കണം. ഡെവലപ്മെന്റ് ബാങ്ക്സ്, അതിന്റെ ഫങ്ഷൻസ്, ഉത്ഭവം എല്ലാം പഠിക്കണം. അതുപോലെ RBI ആൻഡ് മോണിറ്ററി റെഗുലേഷൻസ്, RBIയുടെ ഫങ്ഷൻസ്, അതുപോലെ മോണിറ്ററി റെഗുലേഷൻസ് ഏതൊക്കെയാണെന്നും പഠിക്കണം. ലാസ്റ്റ് വരുന്ന ടോപ്പിക് ആണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷനിലെ LPG 3 കോൺസെപ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. പിന്നെ ഫോറിൻ ക്യാപിറ്റൽ എന്താണ്, അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ്. അടുത്തത് ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ IMF, IBRD, GATT, WTO, ADB. ഇതിനെ പറ്റിയല്ല, ഇതൊക്കെ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇതിന്റെയൊക്കെ മെയിൻ എയിം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സബ്ജക്റ്റ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിൽ ഫസ്റ്റ് വരുന്നത് ഡെമോക്രസിനെ പറ്റിയാണ്. 2 ടൈപ്പ് ഓഫ് ഡെമോക്രസി ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്, ഇന്ത്യയിലെ റീസെന്റ് ട്രെൻഡ്സ് ഏതൊക്കെയാണ്, അതുപോലെ ചലഞ്ചസും ഏതൊക്കെയാണെന്ന് പഠിക്കണം. അടുത്തത് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ്. അതില് ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതില് പ്രിയാമ്പിൾ, ഇന്ത്യയുടെ പ്രിയാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, അമെൻഡ്മെന്റ് പ്രൊസീജിയർ. പ്രിയാമ്പിൾ കൊണ്ടുവന്നത്, പ്രിയാമ്പിളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, അതിലെ വേർഡ്സ്, അതിന്റെ ആ കോൺസെപ്റ്റുകളുടെ മീനിങ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്, ഏത് ആർട്ടിക്കിളിലാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്, സ്റ്റേറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ്, ഡിവിഷൻ ഓഫ് പവർ എങ്ങനെയാണ് ഇന്ത്യയിൽ, അമെൻഡ്മെന്റ് നടത്തുന്നത് ഏത് രീതിയിലാണ്. അടുത്തത് ഗവൺമെന്റിൽ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഗവൺമെന്റിന്റെ 3 സിസ്റ്റം, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഈ 3 കമ്പോണൻസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ലെജിസ്ലേച്ചറിൽ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, എക്സിക്യൂട്ടീവില് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ജുഡീഷ്യറിയില് കോർട്ടുകളെ പറ്റി, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് കോർട്ട്, ജുഡീഷ്യൽ ആക്ടിവിസം ആൻഡ് PIL, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അടുത്തത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതായത് ലോക്കൽ ഗവൺമെന്റ് ആയ പഞ്ചായത്തി രാജ് ആൻഡ് നഗർപാലിക സിസ്റ്റം അല്ലെ മുനിസിപ്പാലിറ്റീസ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, അതില് ഇന്ത്യയിൽ ഇപ്പൊ നിലവിലുള്ള നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പാർട്ടീസ്, പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ഇതിന്റെയൊക്കെ ഫംഗ്ഷൻ
ഇത് കൊണ്ടുവന്ന ഇയർ എല്ലാം. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സിൽ UDHR അതിന്റെ മെയിൻ എയിം, ഇംപ്ലിമെന്റേഷൻ ഡേറ്റ്, അതുപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അടുത്തത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയ UNO, അതുപോലെ തന്നെ റീജിയണൽ അസോസിയേഷൻസ്. UNOയുടെ ഓർഗനൈസേഷൻ എങ്ങനെ വന്നു, അതിന്റെ ഓർഗൻസ് ഏതൊക്കെയാണ്, മെയിൻ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്, പിന്നെ അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ആയ WTO, WHO, UNESCO, IMF, വേൾഡ് ബാങ്ക്, പിന്നെ UN's എൻവയോൺമെന്റൽ സമ്മിറ്റ്സ് ആൻഡ് കോൺഫറൻസസ്. ഇതുവരെ UN നടത്തിയ കോൺഫറൻസസ്, സമ്മിറ്റ്സ് ഏതൊക്കെയാണ്, ഏത് വർഷമാണ്. അടുത്തത് റീജിയണൽ അസോസിയേഷൻസ് ആയ നാം, സാർക്ക്, ആസിയാൻ. ഈ മൂന്നിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അടുത്ത വരുന്ന അഞ്ചാമത്തെ ലാസ്റ്റ് സബ്ജക്റ്റ് ആണ് പെഡഗോജി, അതായത് സോഷ്യൽ സയൻസ് അല്ലെ മെയിൻ സബ്ജക്റ്റിനെ പറ്റിയുള്ള ഒരു നോളജ്. അതില് മീനിങ്, നേച്ചർ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ് ആൻഡ് കോറിലേഷൻ ഓഫ് പെഡഗോജി. നാഷണൽ ഗോൾസ് ഏതൊക്കെയാണ്, എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷന്റെ മെയിൻ എയിം, ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഏതൊക്കെയാണ്. ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ബ്ലൂംസ് ടാക്സോണമി ഉണ്ട്, അതുപോലെ പല ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് പഠിക്കണം. പിന്നെ സ്പെസിഫിക് ഔട്ട്കംസ് ഓഫ് ലേണിംഗ്, വിച്ച് ആർ ദ സ്പെസിഫിക് ഔട്ട്കംസ് ഓഫ് ലേണിംഗ്. അടുത്തത് പെഡഗോജിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, അതിന്റെ ഡയമെൻഷൻസ്. അടുത്തത് പ്ലാനിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ്, സ്റ്റേജസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ്, അപ്രോച്ചസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതുപോലെ ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്, പിന്നെ ക്രിറ്റിസിസം ഫോർ സെലക്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അതിലെ ക്യാരക്ടറിസ്റ്റിക്സ്, എലമെന്റ്സ് ആൻഡ് ഫാമിലീസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ്. മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എലമെന്റ്സ് ആൻഡ് ഫാമിലീസ് ഇമ്പോർട്ടന്റ് ആണ്. കരിക്കുലത്തിലെ മോഡേൺ ട്രെൻഡ്സ് ഏതൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഓർഗനൈസേഷണൽ അപ്രോച്ചസ് ഇൻ കരിക്കുലം ഏതൊക്കെയാണ്. അതുപോലെ ലേണിംഗ് റിസോഴ്സസ് ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ ലേണിംഗ് ഏതൊക്കെയാണ്. ലേണർ നീഡ്സ് എന്താണ്, ടൈപ്സ് ഓഫ് ലേണിംഗ്, ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് ലേണിംഗ്. അടുത്തത് പ്രോസസ് സ്കിൽസ്, പ്രീ റിക്വസിറ്റ്സ് ആൻഡ് സ്റ്റുഡന്റ് സ്കിൽസ് എന്തൊക്കെയാണ്. അടുത്തത് ഇവാലുവേഷൻ. ഇവാലുവേഷനിൽ പർപ്പസ് ഓഫ് ഇവാലുവേഷൻ, മോഡേൺ ട്രെൻഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ ഇവാലുവേഷൻ. അതുപോലെ ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഓർ ക്വസ്റ്റ്യൻസ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഇവാലുവേഷൻ. അടുത്തത് ആസ് എ സോഷ്യൽ സയൻസ് ടീച്ചർ, വാട്ട് ആർ ദ ക്വാളിറ്റീസ്, ക്വാളിഫിക്കേഷൻസ് ആൻഡ് പ്രൊഫഷണലിസം. ഇത്രയാണ് കേട്ടഡ് കാറ്റഗറി 3 സോഷ്യൽ സയൻസ് സിലബസിൽ വരുന്ന കാര്യങ്ങൾ. 5 സബ്ജക്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഹിസ്റ്ററി, ജോഗ്രഫി, economics, political science, pedagogy. So hope it is clear and thank you.